ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മുടെ എയിം എന്താന്ന് വെച്ചാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാന്ന്. അപ്പൊ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബൈങ് പോയിന്റ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പോയിന്റ്. അപ്പൊ ത്രൂ ഔട്ട് ദ കോഴ്സ് ഇതാണ് നമ്മുടെ എയിം. അപ്പൊ ഇനി നെക്സ്റ്റ് മെത്തേഡ്, ഇനി അടുത്ത മെത്തേഡാണ് ഫിബൊനാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. ഇപ്പൊ ലിയനാർഡോ ബൊണാക്കി എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ മാത്തമാറ്റീഷ്യൻ യൂറോപ്പിലേക്ക് ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പൊ ഇതാണ് ആ നമ്പേഴ്സ്, ഈ സീരീസ്. അപ്പൊ ഈ സീരീസിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാല് ഓരോ ടേമും ഇവിടെ ഉണ്ടോ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടേം കിട്ടും. ഇവിടെ ഒരു തേർഡ് ടേം ഒക്കെ തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഫോർത്ത് ടേം ഒക്കെ തുടങ്ങി നമ്മളിത് കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ഉണ്ട് 1 + 2 3, 2 + 3 5, 3 + 5 8. അങ്ങനെ ഒരു ഈച്ച് ടേം ഈസ് ദ സം ഓഫ് പ്രീവിയസ് 2 ടേംസ്. അതാണ് ഈ സീരീസിന്റെ പ്രത്യേകത. അപ്പൊ ഈ സീരീസിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടി ഉണ്ട്. അപ്പൊ ഉണ്ടോ ഒരു ടേം എടുത്തിട്ട് അതിന്റെ നെക്സ്റ്റ് ടേം ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഉണ്ടോ, ഈച്ച് ടേം ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ടേം. 2/3, 2/3, 3/5, 5/8, 8/13. അങ്ങനെ ഏതെടുത്താലും ഒരു നമുക്ക് കിട്ടുക, ഇതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് 0.618. അതായത് 61.8%. 0.618 എന്ന് വെച്ചാൽ 61.8/100. അപ്പോൾ 61.8% ആണിത്. അതുപോലെ തന്നെ ഈച്ച് ടേം ഡിവൈഡഡ് ബൈ ഇറ്റ്സ് പ്രീവിയസ് ടേം. അതുകൊണ്ട് 5 ഡിവൈഡഡ് ബൈ 3, 8 ഡിവൈഡഡ് ബൈ 5, 55 ഡിവൈഡഡ് ബൈ 34. അപ്പൊ 100th ടേം എടുത്താല് 100th ടേം ഡിവൈഡ് ബൈ 99th ടേം. അപ്പോ ഇതായിരിക്കും കിട്ടുക 1.618%. അപ്പോ ഇത് 161.8% കിട്ടും. അപ്പൊ ഇതാണ് ആ ഡെസിമൽ പോയിന്റിൽ കണക്കാക്കുമ്പോൾ ഇതാണ്. അതുപോലെ തന്നെ 3 ഡിവൈഡഡ് ബൈ 8, 3 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ ഈച്ച് ഡിവൈഡഡ് ബൈ 2 ടേംസ് ഹയർ, 3 ഡിവൈഡഡ് ബൈ 8, 8 ഡിവൈഡഡ് ബൈ 21, 21 ഡിവൈഡഡ് ബൈ 55. അങ്ങനെ ഏതെടുത്താലും നമുക്ക് ഇവിടെയും ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടുക. അപ്പൊ ഇത് 38.2%. പിന്നെ ഈച്ച് ടൈം ഡിവൈഡഡ് ബൈ 2 ഹയർ എടുത്താൽ ഉണ്ടോ 3 ഡിവൈഡഡ് ബൈ, അങ്ങനെ ഇങ്ങനെയുള്ള റേഷ്യോകളാണത്. അപ്പൊ ഇത് കണ്ടോ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റേഷ്യോകൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഷ്യോകള് ഇതും, ഇതിപ്പോ 38.2%, 61.8%. ഇത് ഒരു ഗോൾഡൻ റേഷ്യോ എന്നാണ് ഇതിനെ പറയുന്നത്. ഉണ്ടോ, there is something called golden ratio. ഇതാണ് ഗോൾഡൻ റേഷ്യോ. ഇത് നമ്മളുടെ നേച്ചറില് വളരെയധികം ഇത് നമുക്ക് കാണാൻ പറ്റും. ഒരു നിങ്ങള് ഗൂഗിൾ എടുത്തിട്ട് ഫിബൊനാച്ചി ഇൻ നേച്ചർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിള് പൂവിന്റെ പെറ്റൽസ്, അതായത് ഒരു ഫ്ലവറിന്റെ പെറ്റൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഫിബൊനാച്ചി നമ്പേഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈവൻ വേൾപൂളൊക്കെ അതുകൊണ്ടാണ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വേൾപൂള് വളരെയധികം എക്സ്പാൻഡ് ആയിട്ട് ഇൻക്രീസ് ആയി പോകണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലത്തെ ബോൺസിന്റെ ലെങ്ത്, അപ്പൊ നമ്മൾ ഇപ്പൊ പോലെ ഗോഡിസ് മാത്തമാറ്റീഷ്യൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്നൊക്കെ സ്ഫടികത്തിലുള്ള ഡയലോഗൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഈ ഫിബൊനാച്ചി നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിബൊനാച്ചി നമ്മുടെ നേച്ചറിൽ വളരെയധികം കാണാൻ പറ്റും. അത് വളരെ എനിക്കിത് പഠിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഒരുപാട് ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. അത് സെർച്ച് ചെയ്ത് ഇത് കണ്ടുപിടിക്കാനും പഠിക്കാനും എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നിയ ഒരു സംഭവമായിരുന്നു അത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കണക്ട് ചെയ്യണം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതാണ് ഈ റേഷ്യോസ്. ഇപ്പൊ ഈ റേഷ്യോസ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാല് ഒരു 1/4%, 25%ന്റെ വേറൊരു രൂപമാണ് 23.6%. ഇത് 33%. അപ്പൊ അതായത് ഒരു 1/3. ഇത് 2/3 എന്ന് പറയുന്നത് 66%. റഫ്ലി ആ ഒരു റഫ്ലിയാണ് ഞാൻ പറയുന്നത്. ഇത് 25%ന്റെ റഫ്ലി, ഇത് 66% എന്ന് പറഞ്ഞാൽ 2/3. അത് 100ന്റെ 2/3 ആണ്. അതായത് 66%.
അപ്പൊ അതാണ് ഇത് 2/3 എന്ന് പറയുന്നത് 33%. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് ഞാൻ ഡൗ തിയറി പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രൈമറി ട്രെൻഡിന്റെ എത്ര റിവേഴ്സ് ചെയ്യുന്നുള്ളത്, എത്ര റീട്രേസ് ചെയ്യുന്നുള്ളത് 1/3 2/3 ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഷ്യോ ഉപയോഗിക്കുക. ഈ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മാത്സ് പ്രോബ്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 സ്റ്റെപ്പ് ഫോർവേഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്, അതായത് 33% റിവേഴ്സ് ചെയ്യും. അതുപോലെ തന്നെ 3 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ്, പിന്നെ 4 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന് വെച്ചാൽ 50%. 50% ശരിക്കും പറഞ്ഞ ഒരു ഫിബൊനാച്ചി റേഷ്യോ അല്ലെങ്കിൽ കൂടി അതായത് ഒരു സംഭവത്തിന്റെ ഹാഫ് എന്നുള്ള ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതും നമ്മൾ ഇതിൽ വർക്ക് ചെയ്യണത്. ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. റീട്രേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? റീട്രേസ്മെന്റ് എന്ന് വെച്ചാൽ ടെമ്പററി റിവേഴ്സൽ അഗേൻസ്റ്റ് പ്രിവെയിലിംഗ് ട്രെൻഡ്. അത് ഒരു അപ് ട്രെൻഡ് കഴിഞ്ഞിട്ട് അത് കമ്മിങ് ബാക്ക്, അതായത് ഒരു കറക്ഷൻ, ഒരു അപ്പ് മൂവ് കഴിഞ്ഞിട്ട് അത് ചെറിയൊരു കറക്ഷനെ പറയുന്ന പേരാണ് റീട്രേസ്മെന്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അപ്പ് മൂവിന് ശേഷം ഇത് റീട്രേസ്മെന്റ്. ഇവിടെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് അപ്പ് മൂവ്, ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഡൗൺ മൂവ്. അപ്പൊ ഈ പോയിന്റ് ഇവിടെ എത്തിയിട്ട് ഇത് 1 ലോ, ഇത് ഹൈ. അപ്പൊ ഒരു ലോയും ഒരു ഹൈയും കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഹൈ പോയിന്റ് കഴിഞ്ഞിട്ട് അത് ഇതിനെ റിവേഴ്സ് ചെയ്യും, അത് റീട്രേസ് ചെയ്യണം. റീട്രേസ് എന്ന് ചെയ്യണമെന്ന് പറഞ്ഞാല് ഈ പോയിന്റില് ഈ ലൈന് ഈ ലോ തുടങ്ങി ഈ ഹൈ വരെയുള്ള ഇതിനെ 100% ആയിട്ട് എടുത്താൽ ഇതിന്റെ എത്ര പെർസെൻറ്റേജ് റീട്രേസ് ചെയ്യുന്നുള്ളതാണ് ഇതിന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അപ് ട്രെൻഡില് ഈ നമ്പറിനെ നമുക്ക് ഇവിടെ 100 എന്ന് എടുക്കാം. ഇവിടെ 200 എന്ന് എടുത്താൽ ഈ പോയിന്റ് ഉണ്ട്. ഇത് ഇപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ട്? 100 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഈ 100 പോയിന്റ്സിന്റെ 38.2 അല്ലെങ്കിൽ 61.8. അപ്പൊ ഈ പറയുന്ന റേഷ്യോസ് വെച്ചിട്ടാണ് അത് റീട്രേസ് ചെയ്യുക. അപ്പൊ 100ന്റെ 61.8 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 61 പോയിന്റ്. അല്ലെങ്കിൽ 100ന്റെ 38.2 എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര? അപ്രോക്സിമേറ്റ്ലി 39 പോയിന്റ്സ്. അപ്പൊ ഈ പോയിന്റ് ഏതായിരിക്കും? ഈ റേഷ്യോ അനുസരിച്ച് ഈ പോയിന്റ് എത്രയായിരിക്കും? 200 മൈനസ് 38.2. 200 മൈനസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 39 എടുക്കാം. അപ്പൊ 161 ആയിരിക്കും. ഈ പോയിന്റ് 161 ആയിരിക്കും. അതല്ലെങ്കിൽ ഏതിന് ചാൻസ്? അത് ഫസ്റ്റ് ലെവല്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെയും സപ്പോർട്ട്, അതായത് ഈ പോയിന്റ് എന്ത് നമ്മൾ സപ്പോർട്ട് എന്നാണ് പറയണത്. അതായത് ഇവിടെ റെസിസ്റ്റൻസ് വന്നു, ഇവിടെ സ്റ്റോക്ക് ഫോൾ ചെയ്ത് തുടങ്ങി. ഇനി എപ്പോ ഇത് ബൈങ് വരും, എപ്പോ ഇത് സപ്പോർട്ട് എടുക്കും, അല്ലെങ്കിൽ എപ്പോ എൻട്രി ചെയ്യാം നമുക്ക് എന്നുള്ള പോയിന്റ് നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഫോൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു ഷോർട്ട് സെല്ലർ ആണെങ്കിൽ ഇത് എത്ര വരെ പോകും, അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമ്മൾ റീ എൻട്രി ചെയ്യേണ്ടത് സ്റ്റോക്കിൽ, എപ്പോഴാണ് ഇത് ബൈ ചെയ്യേണ്ടതെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രിഡിക്റ്റീവ് ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് ഈ റീട്രേസ്മെന്റ്. അപ്പൊ ഫസ്റ്റ് ലെവൽ ഏതായിരിക്കും? 161. സെക്കൻഡ് ലെവൽ ഏതായിരിക്കും? ഇതാണ് 61.8. അപ്പൊ 200ന്ന് ഈ 100ന്റെ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ജസ്റ്റ് 100 പോയിന്റ് ആണ് മുകളിലോട്ട് പോയത്. ഈ പോയിന്റ് എത്ര? 100. 200 മൈനസ് 100 എന്ന് പറഞ്ഞാൽ 100 പോയിന്റ്. ഇതിന്റെ 61.8. അപ്പൊ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 62 കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 100 അല്ല, ഞാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇത് 100 എന്ന് എടുത്തത്. ഈ പോയിന്റ് 100 ആണ്. 100ന്റെ 61.8% എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 62 പോയിന്റ്സ്. നമുക്ക് ഹോൾ നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. അപ്പൊ 62. അപ്പൊ 200 മൈനസ് 62 ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ്. മനസ്സിലായോ? 138. അപ്പൊ ഇതല്ലെങ്കിൽ ഏതായിരിക്കും? 138. അപ്പൊ ഇത് ഒന്നില്ലെങ്കിൽ 161 സപ്പോർട്ട് എടുക്കും, അല്ലെങ്കിൽ 138 സപ്പോർട്ട് എടുക്കും,
അതല്ലെങ്കിൽ ഇവിടം വരെ വരാം, 100 വരെയും വരാം. അത് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് സപ്പോർട്ട് ആക്ടേഴ്സ് ന്യൂ സപ്പോർട്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞതിന് 100% വരാം. ഈ 160 138 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഏകദേശം ഈ ഷോക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ ആയിരിക്കും. ഇവിടെ ആയിരിക്കും 138 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ഒന്നില്ലെങ്കിൽ 168 എടുക്കാം, 161 എടുക്കാം, അതല്ലെങ്കിൽ 138 എടുക്കാം. പിന്നെ 50% എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട്. അപ്പൊ 50% എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇവിടെ ഒരു 150 ആയിരിക്കും. അപ്പൊ അതും എടുക്കാം ചില സമയത്ത്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് വരാവുന്നതാണ്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്പോൾ ട്രെൻഡ് ലൈനും ക്യാൻഡിൽസ്റ്റിക് പാറ്റേണും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൽ ഏതിനാണ് കൂടുതൽ ചാൻസ് എന്നുള്ളത് നോക്കിയിട്ട് അവിടെ വെച്ച് നമ്മളത് വെയിറ്റ് ചെയ്ത് നോക്കണം. പിന്നെ എവിടെ വരുമ്പോഴാണ് 150 ടച്ച് ചെയ്യുമ്പോഴാണോ ബൗൺസ് ചെയ്യണേ, അല്ലെങ്കിൽ 138 ടച്ച് ചെയ്യുമ്പോഴാണ് ബൗൺസ് ചെയ്യണേ, 161 ടച്ച് ചെയ്യുമ്പോഴാണ് ബൗൺസ് ചെയ്യണേ എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ ഇവിടെ ഈ 161ന്റെ അവിടെ ഒരു അപ് ട്രെൻഡ് ലൈൻ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാർട്ട് പാറ്റേണിന്റെ ടാർഗറ്റ് ആയിരിക്കാം അവിടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യം. പിന്നെ ടെക്നിക്കൽ എന്താ പറയാ, ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് മൂവിങ് ആവറേജ് ലൈനിൽ ഒരു കോണ്ടാക്ട് പോയിന്റ് ആയിരിക്കാം. അപ്പൊ ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ 2-3 സ്ട്രാറ്റജി വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇതിൽ ഏതാണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇതാണ് റീട്രേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അപ് ട്രെൻഡിലുള്ള റീട്രേസ്മെന്റ്. അപ്പൊ ഇതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാർട്ടിൽ അതിനുള്ള ഒരു ടൂൾ ഉണ്ട്. ആ ടൂളാണ് ഇവിടെ കണ്ടോ, ഈ ലൈനാണ് ഇത്. ഇവിടെ വെച്ചിട്ട് ഇത് സെലക്ട് ചെയ്യും, ഫിബൊനാച്ചി റീട്രേസ്മെന്റ്. എന്നിട്ട് ഈ ലോ പോയിന്റ് കണ്ടോ, ഈ ലോ പോയിന്റിൽ നിന്ന് നമ്മൾ ഹൈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. അപ്പൊ നോക്കി ഇവിടെ ഏകദേശം എത്രയാലോ വെച്ചെടുത്ത ഒരു 50-ലൊക്കെ വെച്ചിട്ടെടുത്തു. 50-ലും 61.8ന്റെ അടുത്തേക്ക് ഏകദേശം വന്നു കാണും. ഏതെടുത്താലും അങ്ങനെ വരാം. ഇവിടെ തുടങ്ങി ഈ ലോ വരെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ 100ന്റെ അടുത്തേക്ക് വന്നു. അല്ലെങ്കിൽ ഇവിടെ വെച്ച് എടുക്കുകയാണെങ്കിൽ ഇവിടെ 75% വരെ പോകും. ചില സമയത്ത് 100 മുഴുവൻ റീട്രേസ് ചെയ്യണമെങ്കിൽ പ്രീവിയസ് സപ്പോർട്ട് ആക്ടേഴ്സ് കണ്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ഒരു 100% റീട്രേസ് ചെയ്തു എന്ന് പറയും. കാരണം എന്താ, ഈ മൂവിനെ 100 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വീണ്ടും വന്നപ്പോൾ 100% റീട്രേസ്മെന്റ് ആയില്ലേ. 100% റീട്രേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച സ്ട്രാറ്റജിയാണ്, പ്രീവിയസ് സപ്പോർട്ട് ആക്ടേഴ്സ് സപ്പോർട്ട്. അപ്പോൾ 100ന്റെ അവിടെ വരുമ്പോൾ നമ്മൾ പ്രീവിയസ് സപ്പോർട്ട് ആക്ടേഴ്സ് സപ്പോർട്ട്. അതേസമയം 100ന്റെയും 0ന്റെയും ഇടയിൽ, ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് ഇത് എപ്പോൾ സപ്പോർട്ട് എടുക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് റീട്രേസ്മെന്റ്. ഇനി നേരെ ഓപ്പോസിറ്റ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു അപ് ട്രെൻഡിന് ശേഷം ഡൗൺ ട്രെൻഡ് വന്ന് വീണ്ടും ടാർഗറ്റ് ഒരു ഇവിടെ ബൈ ചെയ്താൽ ഇവിടെ വരെ എത്ര എന്നുള്ളതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യണം, അത് ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരയ്ക്കും. ഈ ലൈൻസ് ഒക്കെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോ ഇവിടെ വെച്ചിട്ട് റെസിസ്റ്റൻസ് വന്നു ഏകദേശം 50%ന്റെ അടുത്ത് എപ്പോഴും, അല്ലെങ്കിൽ ഇവിടെ 61.8%ന്റെ അടുത്ത് പോകുന്നു. അപ്പൊ ഈ ലൈനുകൾ കണ്ടോ, ഇത് നമ്മൾക്ക് ഈ ടൂൾ എടുക്കുമ്പോ ഈ ലൈനുകൾ കണ്ടോ, 1 2 3 4 5 6 ഈ ലൈനുകളിലൊക്കെ വരുമ്പോ ടച്ച് ചെയ്യുമ്പോൾ ബൈ ചെയ്യാനും സെല് ചെയ്യാനോ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിനെ പറയുന്നത് സപ്പോർട്ട് ലൈൻസും റെസിസ്റ്റൻസ് ലൈൻസും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ലോ പോയിന്റ് എടുക്കുക, ഹൈ പോയിന്റ് എടുത്തിട്ട് ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ ഹൈ പോയിന്റും ലോ പോയിന്റും എടുത്തിട്ട് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എന്ന് പറഞ്ഞ ടൂൾ എടുത്തിട്ട് എപ്പോ റെസിസ്റ്റൻസ് കിട്ടുന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡൗൺ മൂവിൽ എത്രയും വന്നോളൂ ഉണ്ടോ, പിന്നത്തെ തവണ ഇത് ക്രോസ് ചെയ്തിട്ട് ഇവിടെ 100% വരും. അപ്പൊ പ്രീവിയസ് റെസിസ്റ്റൻസ് ആക്ടേഴ്സ് റെസിസ്റ്റൻസ് ഇതിന് മുൻപ് പഠിച്ചിട്ട് സ്ട്രാറ്റജി.
അപ്പൊ ഇതുപോലെ നമുക്ക് ഏതിന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഡ്രോ ചെയ്യാം. കണ്ടോ, ഈ ലൈനിൽ സപ്പോർട്ട് എടുത്താണ്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഇതിൽ ഏത് ലൈനിൽ വന്നിട്ടും ടച്ച് ചെയ്തിട്ട് അപ്സൈഡ് പോവാം. അപ്പൊ ഇതിന് നമ്മൾക്ക് ഏത് ലൈനിൽ വരുമ്പോഴാണ് ടച്ച് ചെയ്തതെന്നുള്ളതിന് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് എവിടെ വെച്ചിട്ടാണ് ബൗൺസ് ചെയ്യണമെന്ന് നോക്കുക. അതല്ലെങ്കിൽ മറ്റുള്ള കോമ്പിനേഷൻസ് എടുക്കുക. അതായത് ട്രെൻഡ് ലൈൻ കോമ്പിനേഷൻ, മൂവിങ് ആവറേജ് കോമ്പിനേഷൻ, ഇങ്ങനത്തെ എല്ലാം നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്, കണ്ട ഇവിടെ ട്രെൻഡ് ലൈൻ ടച്ച് ആയിരുന്നു, കോണ്ടാക്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ റീട്രേസ് എടുക്കാൻ ഒരു കാരണം. അപ്പോൾ രണ്ട് ടെക്നിക്ക് നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അങ്ങനെ 2-3 ടെക്നിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിൽ നമുക്ക് പൊട്ടൻഷ്യൽ സപ്പോർട്ടോ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻസ് ഒന്നും കൂടി നോക്കാം. അതായത് പ്രിവെയിലിംഗ് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ഏത് റീട്രേസ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈമറി ട്രെൻഡ് എന്താ ഇവിടെ അപ് ട്രെൻഡ് ആണ്. ഈ അപ് ട്രെൻഡിന്റെ മൂവിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണത് ആണ് സെക്കൻഡറി മൂവ്. അപ്പോൾ പ്രൈമറി മൂവ് ഈസ് കൺസിഡറിങ് ആസ് 100%. അതായത് പ്രൈമറി മൂവ് എന്ന് പറയുന്നത് അതിവിടെ അപ്പ് മൂവ് ആണ്. ഈ അപ്പ് മൂവിന് കൺസിഡറിങ് ആസ് 100%. അത് നമ്മൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇത് കണ്ടോ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ മൂവില്, ഈ മൂവ് അതായത് ഈ ലോ തുടങ്ങി ഈ ഹൈ വരെയുള്ള മൂവിനെ 100% ആക്കി. ഇതാണ് പ്രൈമറി മൂവ്. ഈ പ്രൈമറി മൂവിന് എതിരായിട്ട് മൂവ് ചെയ്യണം. അതിന് റീട്രേസ്മെന്റിന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ നമുക്ക് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ വെച്ചിട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഡ്രോ ചെയ്യുക. രണ്ട് ലെവൽ കിട്ടും. ഇതെപ്പോ ഇതൊക്കെ സപ്പോർട്ട് ലൈനുകളാണ്, സപ്പോർട്ട് പോയിന്റുകളാണ് പോകണം. അപ്പൊ ഇതാണ് നമ്മൾ റീട്രേസ്മെന്റ് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ പ്രൈമറി മൂവീസ് കൺസിഡറിങ് 100%, സെക്കൻഡറി മൂവീസ് certain percentage of the primary മൂവ്. certain percentage എന്ന് പറയുന്നത് ഏതൊക്കെ പെർസെൻറ്റേജാ? ഇതാവാം, ഇതാവാം, ഈ മൂന്ന് ഇതാവാം. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാല് 50% കൂടി അതിലുണ്ട്. അപ്പൊ 0.50 കൂടി അതിൽ വരും. ഇത് വരുന്നത് ബിയോണ്ട് 100% ആണ്. ബിയോണ്ട് 100% എന്നുള്ളതിന്റെ ടോപ്പിക്കിന്റെ നെയിം തന്നെ എക്സ്റ്റൻഷൻ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് റീട്രേസ്മെന്റ് മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. റീട്രേസ്മെന്റ് എന്ന് വെച്ചാല് ബിലോ 100% മൂവ് ചെയ്യുമ്പോൾ. അതേസമയം ബിയോണ്ട് ഇവിടെ 100%-നേക്കാളും എബവ് ആണെങ്കിൽ ഉണ്ടോ, ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എടുക്കാൻ നോക്കി. അപ്പൊ ഇത് 100% ആയിട്ട് നമ്മൾ എടുക്കണം. ഇവിടെ നിന്ന് തുടങ്ങി ഇത് ഇവിടെ ഒരു ലോ, ഇത് വേറെ ലോ, ഇത് ഹൈ. അപ്പൊ ഈ ലോ തുടങ്ങി ഈ ഹൈ വരെ 100% ആയിട്ട് എടുത്തിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്ത മോർ ദാൻ 100% ആയി. അപ്പൊ അത് എക്സ്റ്റൻഷൻ ആയിട്ട് മാറും. അപ്പൊ ഇത് ഷുഡ് ബി ലെസ് ദാൻ 100%-നാണ് നമ്മൾ റീട്രേസ്മെന്റ് എന്ന് പറയും. അപ്പൊ ഇത് ഇതിന്റെ ഒരു റീട്രേസ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ നോക്കി ഈ മൂവാണ് എടുത്തതെങ്കിൽ ബിലോ മോർ ദാൻ 100 ആയില്ല. ഇവിടെ ഈ മൂവ് കണ്ടോ, ഈ മൂവാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ ഈ മൂവ് എടുത്തു. അപ്പൊ ഈ മൂവ് എടുക്കുകയാണെങ്കിൽ മോർ ദാൻ 100 ആയി. കണ്ടോ, ഇത് ഫസ്റ്റ് മൂവ്. ഇതിന്റെ മോർ ദാൻ 100% ആണ് ഈ റീട്രേസ്മെന്റ്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പൊ ഇവിടെ എടുത്തെന്ന് വെച്ചാൽ ഇതിന്റെ 100%-നേക്കാളും ബിലോ ആണ്. ഇതിന്റെ 100%-നേക്കാളും ബിലോ ആണ്. ഇത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ ഇത് ഒരു ഡൗൺ മൂവ്. ഈ ഡൗൺ മൂവിന്റെ 100%-നേക്കാളും ബിലോ ആണ് ഈ അപ്പ്. ഇതൊരു 100% എടുത്ത ഡൗൺ മൂവ്, അപ്പ് മൂവ്. അപ്പോൾ ഇത് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ റീട്രേസ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഡ്രോ ചെയ്യാം. ഈ ലൈൻസ് എബവ് 100 ആണ്. കണ്ടോ, ഈ ഗോൾഡൻ റേഷ്യോ ഇത് മോർ ദാൻ 200. അപ്പൊ ഈ ലെവൽസ് ഒക്കെയാണ് റീട്രേസ്മെന്റ് ലെവൽസ്. 1, 2, 3, 4 കണ്ടോ, ഈ ലെവൽസ് കണ്ടോ. ഇത് ഏതൊക്കെയാണ് ലൈനുകൾ എന്നുള്ളത് ഇവിടെ വരച്ചിട്ടുമുണ്ട്, എഴുതിയിട്ടുണ്ട്. 0.236, 0.36, 0.5, ഈവൻ 75%-ന്റെ
വേറൊരു ഫോമാണ് 78.6 എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഇത് ക്വാർട്ടർ, ഹാഫ്, ക്വാർട്ടർ, 1/3, ഹാഫ്, 2/3, 3/4. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ 100%ന്റെ ക്വാർട്ടർ പെർസെൻറ്റേജ് ഒന്ന് 25%, 33%, 1/3, 50%ന്റെ ഹാഫ് 0.5, പിന്നെ 66ന് പകരം ഇവിടെ 61.8, 2/3 എന്ന് പറയും. പിന്നെ 75%. അപ്പൊ ആ ഒരു 25%, 33%, 66%, 50%, 75%, അതിന്റെ തന്നെ വേറൊരു ഫോർമാറ്റ് ആണ്. അതാണ് നോർമൽ റീട്രേസ്മെന്റ്. ഇത് ഫിബൊനാച്ചി റീട്രേസ്മെന്റ്. അപ്പൊ നോർമൽ റീട്രേസ്മെന്റിന് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടത് ഏതാ? 25, 33, 66, 50, 75 ആണ്. പക്ഷെ അതിനടുത്ത് വരുന്ന കുറച്ചും കൂടി ആക്യുറസി ഉള്ള റീട്രേസ്മെന്റ് ലെവലാണ് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവൽ. അപ്പൊ ഇത് നമുക്ക് ഇത് ടൂള് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇത് ടൂൾ അല്ലാണ്ട് ശരിക്കും നോർമൽ ആയിട്ട് നമുക്ക് ഒരു എക്സൽ ഷീറ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റർ വെച്ചിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് 3000 ഇവിടെ കണ്ടാ 2765. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൈ മൈനസ് ഈ ലോ എടുക്കാം. അപ്പൊ 3000 റഫലി ഞാൻ പറയണേ, 3000 മൈനസ് ഈ പോയിന്റ് എടുക്കാം. 3000 മൈനസ് 2776. ഈ മൂവ് ഒരു 224 പോയിന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ ഈ ഡിഫറൻസ് ഞാൻ പറഞ്ഞു 225 പോയിന്റ്സ് അപ്രോക്സിമേറ്റ്ലി. ഈ 225ന്റെ 31.8. അപ്പൊ 225 into 3.318. അപ്പൊ 71 പോയിന്റ്സ്. അപ്പൊ ഇത് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്ത് എത്ര വരും? പ്ലസ് 2769. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് 2840 ആണ്. 2840 ആണ് നമ്മൾ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ്. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്ത് നോക്കാം. ഉണ്ടോ? 2856 ഏകദേശം അപ്രോക്സിമേറ്റ് നമ്മൾ ആ പോയിന്റ് എടുക്കുന്നതിന്റെ ഡിഫറൻസിൽ വന്നു. അപ്പൊ ഇത് നമ്മൾക്ക് മാനുവലിയും കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഈ ടൂൾ വെച്ചിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് വെച്ചിട്ടും നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ എക്സൽ ഷീറ്റിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എക്സൽ ഷീറ്റിൽ ലോയും ഹൈയും ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൽ വരും. ഹൈ ലെവൽ, ലോ ലെവൽ. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇത് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഇത് അപ്പ് മൂവില് ഉള്ള ലോയും ഹൈയും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് ഈ ലോ പോയിന്റും ഈ ഹൈ പോയിന്റും കൊടുക്കാം. അതാണ് ഞാനിവിടെ ഈ ഹൈ ഇവിടെ എൻ്റർ ചെയ്യുക, ഇവിടെ ലോ എൻ്റർ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ വരും. ഇതാണ് കാൽക്കുലേഷൻ. ഇതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഒരു ഡൗൺ മൂവിന് ശേഷം എത്ര അപ്സൈഡ് പോകും ടാർഗറ്റ്, അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഹൈ പോയിന്റും ഇവിടെ ലോ പോയിന്റ് എൻ്റർ ചെയ്തു. ഈ പോയിന്റ് നമ്മൾക്ക് ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പോയിന്റ് കൊടുക്കും 2992 2772. അപ്പൊ ഇവിടെ കൊടുക്കാം. ഇവിടെ ഞാൻ ഇവിടെ കൊടുക്കണുള്ളൂ 2992 കൊടുക്കുക, ഇവിടെ 2772 കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി ലെവൽസ് ഒക്കെ വരും. കണ്ടോ? 2856 കണ്ടോ? ആ ലെവൽ വന്നാണ്ടാ ഇവിടെ നോക്കിയത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം 2876 തന്നെ വന്നത്. കണ്ടോ? 2856, 2854 ഈ ലെവലുകൾ തന്നെ വരണം. ഈ ലെവലുകൾ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഈ ഹൈയും ലോവും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത് നമുക്ക് നമ്മുടേതായ രീതിയിൽ എക്സൽ ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് കറക്റ്റ് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതായാലും ഇവിടെ ടൂൾ ഓൾറെഡി ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ട് യൂസ് ചെയ്താലും മതി. അപ്പൊ ഏത് 5 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ
1 ഡേ ക്യാൻഡിലോ 15 മിനിറ്റ് ക്യാൻഡിൽ ഏത് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അത് അനുസരിച്ചിട്ട് നമുക്ക് ടാർഗറ്റ് എത്ര കിട്ടണമെന്ന് വെച്ചാൽ അത് വെച്ച് ട്രേഡ് ചെയ്യാം. ഇൻട്രാഡേക്ക് ആണെങ്കിൽ 5 മിനിറ്റ് ഉപയോഗിക്കാം. സാധാരണ ഒരു ചെറിയൊരു ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്കൊരു 1 മന്തിലേക്കൊക്കെ വേണ്ടിയിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ 1 മന്ത് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് 1 ഡേയുടെ ക്യാൻഡിൽ എടുക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ഡിപ്പെൻസ് അപ്പോൺ ദ ട്രേഡിംഗ് സ്റ്റൈൽ. അപ്പൊ അത് വെച്ചിട്ട് ഇതാണ് നമുക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ കുറച്ചൊരു എക്സാമ്പിൾസ് നമ്മൾക്ക് നോക്കാം. നമുക്ക് ഈ ഹൈയും ലോവും എവിടെ വേണമെങ്കിലും ചെയ്യാം. അതായത് നിയറസ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ ഈ ലോയും നെക്സ്റ്റ് ഹൈ ഇവിടെ എടുക്കണം എന്നില്ല. ഈ ലോയും അത് കഴിഞ്ഞിട്ടുള്ള 1 ഇയർ ലോയും 1 ഇയർ ഹൈ എടുക്കാം, 2 ഇയറിന്റെ എടുക്കാം. അപ്പൊ ഈ ലോയും ഈ ഹൈ വേണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞിട്ട് കണ്ട ഇവിടെ ഞാൻ ഇത്രയും വലിയൊരു ടൈം ഫ്രെയിമിൽ എടുത്തിട്ടും ഇവിടെ സപ്പോർട്ട് കിട്ടിയ ഫസ്റ്റ് സപ്പോർട്ട് ലെവല്, റീട്രേസ്മെന്റ് ലെവല്. ഇതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ചെറിയ ഈ ഹൈയും ഈ ലോയും എടുക്കാം, ഈ ഹൈയും ഈ ലോയും എടുക്കാം. അതല്ലെങ്കിൽ ഒരു മെയിൻ സീരീസ് ഓഫ് അപ്പ് മൂവ് ഓർ സീരീസ് ഓഫ് ഡൗൺ മൂവിലെ ഹൈയും ലോ എടുത്തിട്ട് നമുക്ക് നോക്കാം. സീരീസ് ഓഫ് അപ്പ് മൂവും ഡൗൺ മൂവിന്റെയും അപ്പൂവിന്റെ ഡൗൺ മൂവിന്റെ ഹൈ ലോ എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യം. ബിയോണ്ട് 100%, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എക്സ്റ്റൻഷൻ 0%, 100%. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയുള്ള മൂവിനെ നമ്മൾക്ക് 100% ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യും. അപ്പൊ ഇതാണ് ലോ ഹൈ സപ്പോർട്ട്. അപ്പൊ ഈ ലോയും ഈ ഹൈയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സപ്പോർട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ടാർഗറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഷോർട്ട് ചെയ്യുന്ന ആൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ബൈ ചെയ്യുന്ന ആൾക്ക് റെസിസ്റ്റൻസ് ഏതൊക്കെ ലെവലിലാണ് പോസിബിൾ റെസിസ്റ്റൻസ്. അല്ലാണ്ട് ഒരു 100% ഗ്യാരണ്ടി നമുക്കിത് പറയാൻ പറ്റില്ല. അപ്പോൾ ട്രേഡേഴ്സ് യൂസ് ദീസ് റേഷ്യോസ് സ്റ്റോപ്പ് ലോസ് ഓർ പൊട്ടൻഷ്യൽ ടാർഗറ്റ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് കാൻഡിസ്റ്റിക് ഓർ അതർ ചാർട്ട് പാറ്റേൺസ് ഓർ ട്രെൻഡ് ലൈൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ട്രെൻഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതൊരു അപ് ട്രെൻഡിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ. അതല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഹൈ എന്ന് ലോയിലേക്ക് ഡ്രോ ചെയ്യും. അപ്പോൾ എക്സ്റ്റൻഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം.